ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു അട ഉണ്ടാക്കിയാലോ? അതും വളരെ എളുപ്പത്തിൽ, ഇലയൊന്നും ഇല്ലാതെ. വെൽക്കം ബാക്ക് മൈ ചാനൽ. നമുക്കിന്നൊരു അട ഉണ്ടാക്കാം. ആദ്യമായിട്ട് നമ്മൾ ചട്ടിയിൽ അല്പം ശർക്കര ഇടണം. ശർക്കര ഇടുമ്പോൾ തന്നെ അതിനോടൊപ്പം കുറച്ച് വെള്ളം കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ശർക്കര എല്ലാം ആ വെള്ളത്തിൽ കിടന്ന് ഉരുക്കിപ്പോകണം. അതിനുള്ള വേവ് നമ്മൾ ഇത് വേവിച്ചെടുക്കണം. ഇത് കണ്ടോ, ഏകദേശം ഇതേമാതിരി നന്നായിട്ട് തിളച്ച് പൊന്തണം. ഇപ്പം നമ്മുടെ ശർക്കരയുടെ കട്ടയെല്ലാം ഒടിഞ്ഞ് ഈ വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊന്നൊരു ശർക്കര പാനിയായി നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് രണ്ടാം സ്റ്റെപ്പായി തേങ്ങ നന്നായി ചെറുതായി ചിരണ്ടിയ തേങ്ങ ഇതിലേക്ക് ചേർക്കുക. അത് ആവശ്യത്തിന് മതി. ഇത്രയും വെള്ളം തേച്ച് ഒരുപാട് തേങ്ങ ചിരണ്ടല്ല, കുറച്ച് മതി. നന്നായിട്ട് തേങ്ങയിട്ട് ഇനി ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം ഇത് പെട്ടെന്ന് ഇനി അടി പിടിക്കാൻ തേങ്ങ ആയതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഇളക്കി ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കണം. കണ്ടോ, ഏകദേശം ഇതേമാതിരി. ഇപ്പോൾ ഇതിലെ വെള്ളം മുഴുവൻ വറ്റി തേങ്ങയും ശർക്കരയും കൂടി ഒന്ന് മിക്സായി. ഇതിന് രണ്ടാം സ്റ്റെപ്പായ പത്തിരിയിലേക്ക് നമുക്ക് പോവാം. സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന മരം തന്നെ പൊടി കുഴച്ച് ഇതേപോലെ ഇട്ടെടുക്കണം. ഞാൻ അത് ചെയ്യുന്നില്ല, കാരണം അത് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ അറിയാവുന്നതാണല്ലോ. ഇനി ഈ പത്തിരിയിലേക്ക് നമ്മുടെ മിക്സ് ചേർക്കണം. ഇപ്പോഴത്തേക്ക് നമ്മളെ മിക്സ് വളരെ കട്ടിയായിട്ടുണ്ടാവും, വെള്ളമൊന്നുമില്ലാതെ. അത് നമ്മൾ ഇതിലേക്ക് പതിയെ വളരെ കുറച്ച് ചേർക്കണം. ഏകദേശം സെൻട്രൽ പൊസിഷനിലായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം കുറച്ച്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മടക്കിയെടുക്കാം. ഞാൻ ഇപ്പോൾ പല രീതിയിലാണ് മടക്കുന്നുണ്ട്, കാരണം പിള്ളേർക്ക് ഒരേ രീതിയാകുമ്പോൾ അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നമ്മൾ പല ഡിസൈനായിട്ട് ഇത് മടക്കിയെടുക്കണം. അങ്ങ് കുറച്ച് ഉണ്ടാക്കി നോക്കിയാലോ? അങ്ങനെ ഒന്നായി. ഇനി നമ്മൾ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കാം. നമ്മൾ ഏകദേശം കണ്ടോ, പല രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് ആവിയേറ്റാൻ വെക്കാം. അതിനായിട്ട് നമ്മൾ ഇഡലി ചെമ്പെടുക്കണം. എന്നിട്ട് അതിൽ ഒരല്പം വെള്ളവും ചേർത്ത് നമുക്കൊന്ന് ആവിയേറ്റാൻ വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇലയൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ അടയിടണം. അങ്ങനെ അടയിട്ട് എല്ലാം ഒരു ഇതിൽ വെക്കാൻ കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാം ഇതിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ അടയെല്ലാം വെച്ചു. ഇനി ഇത് അടച്ചു വെക്കാം ഒരു 5 മിനിറ്റ് ഏറിയ. അത് കഴിഞ്ഞ് സിമ്മിലേക്ക് കുറച്ച് വെച്ച്. കണ്ടോ, നമ്മൾ അട എത്ര പെട്ടെന്ന് റെഡി ആയതെന്ന്.